ഹലോ വെൽക്കം ടു ഹാക്ക് ബോഗൻ ഇല്ല ഇന്ന് ഞാനും ഡോപ്പിയും കൂടെ ചെയ്യാൻ പോകുന്നൊരു വിസ്പർ ചലഞ്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ നാളെ നമ്മൾ വിചാരിക്കുന്നത് ചെയ്യണമെന്ന്, ഞങ്ങൾക്ക് ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നീട്ടി വെച്ചാൽ ഇപ്പം നമ്മൾ അതങ്ങനെ അകത്തി കഴിഞ്ഞാൽ അനുഭവം മിക്കവാറും നമ്മളിടണമെന്ന് ശരിയാകും. അപ്പോൾ പിള്ളേരെ കൂടെ കൂട്ടി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവർ ഇന്നാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും വീഡിയോ വേണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമേ ഒന്ന് വിസ്പർ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ സെറ്റ്. ഈ പാട്ട് എനിക്ക് ബോറാണ്. ഏയ് ബനാനെ ഒരു പൂ തരാമോ? ആ പാട്ട് ഭയങ്കര ഒച്ചയാ. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള പാട്ട്. എനിക്കൊന്നും മനസ്സിലാവണ്ട. ബനാനെ പൂ തരാമോ വെക്കുവോ പ്ലീസ്? എന്തിനാണ് എനിക്ക് ബനാനെ പൂ തരാമോ? ഒരു ബനാനെ പൂ തരാമോ പ്ലീസ്? അത് നീ വെച്ചോ, ഞാൻ പറയാൻ പോണേ. ബനാനെ പൂ തരാമോ? ഇത് ശരിയല്ല. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വെച്ച് തന്നെ. ഞാൻ പറയാൻ പോണു. തുടങ്ങാം. ഫസ്റ്റ് പേര് പറയുവാണേ. പറ. രാക്ഷസ രാജാവ്. കഞ്ചാവാ? രാക്ഷസ രാജാവ്. രാക്ഷസ രാജാവ്. രാക്ഷസ രാജാവ്. പറയട്ടെ. ധ്രുവം. ധ്രുവം 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 ധ്രുവം. ഒപ്പമാ? ഒപ്പം. ധ്രുവം. ധ്രുവം ധ്രുവം. ഓക്കെ നെക്സ്റ്റ്. മാനത്തെ കൊട്ടാരം. മാനത്തെ കൊട്ടാരം. മാനത്തെ കൊട്ടാരം. മാനത്തെ കൊട്ടാരം. ലിപ് റീഡിങ്ങിന് ഞാൻ വിളിക്കുകയാണ്. നെക്സ്റ്റ്. എന്നാ അങ്ങനെ പറയ് താനേ. അങ്ങനെയല്ല, ശരിക്കും പറ. അങ്ങനത്തെ വാക്ക് പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒന്നോട് പറ. അത് ഇവിടെ ബീറ്റ് നിന്നപ്പോഴാ താൻ പറഞ്ഞത് ഞാൻ കേട്ട്. അപ്പൊ ഒന്നുകൂടെ പറ. മൂന്നെണ്ണം ഞാൻ പറഞ്ഞില്ലേ? രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ അല്ലേ? പറ. മേലെ വാരത്തെ മാലാക കുട്ടികൾ. മനസ്സിലായി. മേലെ വാര്യത്തെ മാലാക കുട്ടികൾ. നെക്സ്റ്റ്. ടോട്ടൽ 3 അല്ലേ? ടോട്ടൽ 4. 5. അടുത്ത 5. അല്ല ഞാൻ ഏതൊക്കെ പറഞ്ഞു? പറഞ്ഞില്ലേ? അതാ ഞാൻ പറഞ്ഞ എഴുതി വെച്ചിട്ട് പറയാം. സാല അടുത്ത പറഞ്ഞോ. രണ്ടെണ്ണം പറയണി. രണ്ടെണ്ണം പറയാം. പഞ്ചാബി ഹൗസ്. ഓക്കെ അടുത്ത പറയാം. ദില്ലി വാല രാജകുമാർ. ദില്ലി വാല രാജകുമാർ. ദില്ലി വാല രാജകുമാർ. ദില്ലി വാല രാജ കുമാരി ഓർ കുമാരൻ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ഓർക്കെ പറഞ്ഞില്ലേ? ഒന്നുകൂടെ പറ. കാട്ടു തുളസി. നിർത്തിയിട്ട് ഒന്നുകൂടി ആ പേര് നിർത്തിയിട്ട് പറ. കാട്ടു തുളസി. ഇത് കണ്ടുപിടിക്കാൻ നീ കുറച്ച് പോലെ. കാട്ടു തുളസി. കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇങ്ങനെ സിനിമ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ സിനിമ പേരുണ്ട്, പഴയ സിനിമ. ഇങ്ങോട്ട് പറയണം.
കാട്ടു എന്താണ് മനസ്സിലാവുന്നത് നിങ്ങളോട് പറയണം. ഇങ്ങോട്ട് തിരിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാട്ടു കാത്തുവാ തുളസി. കാട്ടു തുളസി. കാർത്തുമ്പേ കാട്ടു തുളസി. കാത്തു കാട്ടു തുളസി. കാത്തിരുന്ന് വന്നില്ല. കാത്ത് അടി പാട്ട് ഇല്ല. കാട്ടു ഇല്ലെന്ന്. കാട്ടു തുളസി. ആ എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാണല്ലേ? അന്ന് പറഞ്ഞോട്ടെ, സിനിമ പേര് പറഞ്ഞോട്ടെ. കാട്ടു തുളസി. തോറ്റി. കാട്ടു തുളസി. അന്നേരത്തെ പറയട്ടെ. പാവട്ടാ, ഞാൻ സിനിമ പേര് ഇതുവരെ കേട്ടിട്ടില്ല. സാരില്ല, നമുക്ക് നോക്കാം. ലിപ്പ് ശ്രദ്ധിച്ചാ മതി. ഓക്കെ ഓക്കേട്ടാ. പാട്ട് തുടങ്ങിയോ? ഓക്കെ അല്ലേ? അച്ഛനും ബാപ്പയും. അച്ഛനും ബാപ്പയും. 5 പാപ്പന. അച്ഛനും ബാപ്പയും. അപ്പൻ. അച്ഛനും 5. അച്ഛനും 5 ബാപ്പയും. പാപ്പനും. അച്ഛനും ബാപ്പയും. പപ്പുവാ. അച്ഛനും 5 പാതിര. അല്ല, അച്ഛനും അഞ്ചും. അച്ഛനും അഞ്ചുമ്മ. ഉമ്മ. അച്ഛനും ബാപ്പയും. സ്റ്റോപ്പ് ചെയ്ത് പറ. അച്ഛനും. എനിക്ക് ഈ പാട്ടാക്കണം. രാമരാവഴി നല്ല പാട്ടാ. അച്ഛനും ബാപ്പയും. അമ്മാവനാ. അമ്മായി. തോറ്റി. അതിന് തോറ്റ്. അച്ഛനും ബാപ്പയും. എടീ, അറിയാൻ പാടില്ല. അച്ഛനും ബാപ്പയും. അങ്ങനെ പറയരുത്, ഇങ്ങനെ വേണം. വിചാരിക്കണ്ട. പുതിയ സിനിമ നോക്കട്ടെ. അടുത്തത് ഒരു വീഡിയോ പുതിയ അടുത്തത് ടോപ്പിക് അറിയാം. അടുത്തറിയാം. ഓക്കെ, വെക്കുവാണേ. ഓക്കെ, പാട്ട് ഓക്കെ ആയാ? ഞാൻ മോളെ കുറച്ച് ചെയ്യുവാണ്. കേക്കുന്നുണ്ടാ? ഉണ്ടാ? കേക്കുന്നുണ്ടാ പാട്ട്? ഉണ്ട്. ഞാൻ പറയാൻ പോവാണ്. അവളുടെ രാവുകൾ. ഇതറിയാൻ പാടില്ല, ഇത് പുതിയതാണല്ലോ. അവളുടെ ഓക്കെ അല്ലേ? അടുത്തത് പുതിയ സിനിമ. ഗുമസ്തൻ. പുതിയ സിനിമയാണോ? ഗുമസ്തൻ. ഇതിനേക്കാളും പുതിയത് പറയാൻ പറ്റില്ല. ഗുമസ്തൻ. കുഴിമന്തിയാ? കുഴിമന്തിയല്ലോ. ഗു 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 കുടുംബകോളനി. അല്ല, ഗുമസ്തൻ. കുടുംബസ്ഥനല്ല, ഗുമസ്തൻ. ഓക്കെ. അടുത്തത് പഴയ സിനിമയാണ്. ഉണരൂ. ഉണരൂ. കുയിൽ. ഉണരൂ. ഉ ഉ കു ഉ ഉ ഉണരൂ. ഉയരെ. ഉണരൂ. താനിങ്ങനെയൊന്നും പറഞ്ഞല്ലോ എന്നോട്. താനിങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നോട്. അങ്ങനെ പറഞ്ഞോളൂ പുതിയതാണെങ്കിലും. ഓക്കെ, അപ്പൊ ഇനി സിനിമയുടെ കഴിഞ്ഞു. അടുത്തത് വാക്കുകൾ പറയാല്ലേ? എന്ത് വാക്കുകൾ പറയും? വാക്കുകൾ പറയാം. കറക്റ്റ് പറയാം. സ്ഥലപ്പേര് പറയാം. സ്ഥലപ്പേരല്ല, സ്ഥലപ്പേര് പറയാം. തൊപ്പി എഴുതി വെച്ചിട്ട് പറയാം. എനിക്ക് ഒന്നാമത്തത് മൈക്ക് കൈ പിടിയല്ലേ, ആൾക്കാർ കേൾക്കൂല. താമരശ്ശേരി. പറഞ്ഞോ. ഒന്നാമത്തത് താമരശ്ശേരി. രണ്ടാമത്തത് കണ്ണൂർ. മൂന്നാമത്തെ പേരാവൂർ.
പേരാവൂർ പറവൂർ പേരാവൂർ പേരാവൂർ 4 ആ കണ്ണമാലി 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 5 തുറവൂർ തുറവൂർ ഓക്കെ തിരിച്ചു അപ്പൊ അത് സ്ഥലം തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ അല്ല ഓക്കെ 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 അപ്പൊ ഫസ്റ്റ് സ്ഥലപ്പേര് കണ്ടക്കടവ് പേര് പറയോ തുടങ്ങിയോ തുടങ്ങി ഓക്കെ നിർത്തിയിട്ട് പറ കണ്ടക്കടവ് ഞാനുണ്ടല്ലേ ഇതൊക്കെ പടപടയെന്ന് പറഞ്ഞു കണ്ടക്കടവ് ഇങ്ങോട്ട് തിരിച്ച് റിപ്ലൈ ചെയ്യണം ഈ കാത് കേൾക്കാൻ പാടില്ലാത്ത ദേഷ്യം വരും എന്ന് പറഞ്ഞ സത്യം കേട്ടാ കണ്ട തിരിച്ചു പറ കടവ് കണ്ണായ സ്ഥലപ്പേര് കടവ് ആ കണ്ടക്കടവ് തിരുവനന്തപുരം അത് ചിലപ്പോ പറയും തിരുവനന്തപുരം അല്ല തിരുവനന്തപുരം തിരുവനന്തപുരം സന്തോഷം കൊല്ലങ്കോട് അല്ല കൊല്ലങ്കോട് കൊല്ലങ്കോട് തിരിച്ച് പറയണം കേക്കണത് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ കൊല്ലങ്കോട് നമ്മുടെ കൊല്ലങ്കോട് കോഴിക്കോടല്ല കൊല്ലങ്കോട് മണത്തണ ഇത് പറഞ്ഞ ഇടികൊള്ളു മണത്തണ മാനന്തവാടി പിന്നെ +2 പഠിച്ച സ്ഥലേ മണത്തണ നിർത്തിപ്പറ മണത്തണ മണത്തണ ഞാൻ മന്ത്രവാദി മണത്തണ താൻ +2 പഠിച്ച സ്കൂള് തിരിച്ചു പറ മണത്തണ മലബാർ മണത്തണ മണത്തണ തോറ്റി അവിടെ മനസ്സിലായോ പാട്ടാ വെച്ചൊന്നും മനസ്സിലാവില്ല മണത്തണ മണയില്ലേ ഈ പാട്ട് മനസ്സിലാവുന്നില്ലേ ഇപ്പൊ ഏതാ പാട്ട് വേറെയാണോ വേറെ പാട്ട് സ്റ്റോപ്പായാ അങ്ങനെ വേറെ പാട്ട് ഞാൻ വെച്ചിരുന്നു വിചാരിക്കണ്ട ഈ പാട്ട് വെക്കണോണ്ടാണ് കളി ജയിക്കണത് ഈ പാട്ട് തന്നെ മതി ഇപ്പൊ പാട്ട് വന്നാ മണത്തണ അയ്യോ കേട്ട് അടുത്ത് പറയട്ടെ പാട്ട് വന്നോ പാട്ടുണ്ടോ ഇപ്പൊ കാതിൽ പാട്ടുണ്ടോ മേലെ ചൊവ്വ മേലെ മേലെ ചൊവ്വ മേലെ ചൊവ്വ അത്ര ഉള്ളു 5 എണ്ണം തീർന്ന് കഴിഞ്ഞു അപ്പൊ ഇത് മതി ഇത്രയാ മതിയില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഈ കളി ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ പാട്ടിലേക്ക് ഭയങ്കരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അവിടെ ഞാനേ പാട്ടിലേക്ക് ശ്രദ്ധിച്ചോളൂ ഈ മണത്തണ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ മണത്തണക്ക് മനസ്സിലാവണില്ലെന്ന് എനിക്ക് മണത്തണ സാരല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നില്ലേ എല്ലാവർക്കും ഓരോരോ കഴിവുകളാണല്ലോ ഞാനെന്താ സംഭവിച്ചത് പാട്ട് വെച്ച് പാട്ടിലേക്ക് ശ്രദ്ധിച്ച് അതിന്റെ ലിറിക്സ് BGM-ലേക്കൊക്കെ ഞാൻ പോകും
എനിക്ക് കിട്ടുന്നില്ല, ഇപ്പൊ കിട്ടുന്നില്ല. എന്നാലും ഒരുവിധം ഞാൻ ശ്രദ്ധിച്ച് കിട്ടിയാണോ കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ല, ഒട്ടും കിട്ടില്ല. കിട്ടൂലായിരുന്നു. പക്ഷെ നിനക്ക് കോൺസെൻട്രേഷൻ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റി. അത് ഡബിൾ ഇത് ശ്രദ്ധിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പറ്റൂല, പറ്റില്ല. ഒന്നിലേക്ക് പോകും. അല്ലാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോ ഞാൻ ഇപ്പൊ ഡോപ്പി ഞാൻ എന്ത് ചെയ്യുമ്പോ എന്റെ അടുത്ത് വന്നിരുന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. ഞാൻ എന്തിനകത്താണോ അതിനകത്ത് മുഴുകിയിരിക്കും. പക്ഷേ ഡോപ്പിന്റെ അടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ വേറെ എന്തെങ്കിലും മൊബൈൽ കാണുകയോ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നത് ഡോപ്പ് മിണ്ടാണ്ടിരിക്കുന്നു പറയും. മിണ്ടാണ്ടിരിക്കും, എനിക്ക് കോൺസെൻട്രേഷൻ പോണെന്ന് പറയും. മാത്രമല്ല പല സമയത്ത് നീ സാധനങ്ങൾ മേടിക്കാൻ പറയണത് ഞാൻ വേറെ കാര്യം ചെയ്തിരിക്കുവാണെങ്കിൽ ഞാൻ പറയുമല്ലോ, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കേട്ടിട്ടുണ്ടാവും, പക്ഷെ റിപ്ലൈ തന്നിട്ടുണ്ടാവും. അതെ, റിപ്ലൈ തരും, അത് ശരിയാ. പക്ഷെ വാങ്ങിച്ചിട്ട് വരില്ല. എന്നിട്ട് പറയും അയ്യോ എന്നോട് പറഞ്ഞില്ലെന്ന് പറയും. അതുകൊണ്ടായിരിക്കും. അതെല്ലാവർക്കും ഓരോരോ രീതിയാണ്. നല്ല രസമല്ലേ ഇങ്ങനത്തെ കളികൾ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് കോൺസെൻട്രേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതായിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ച് നല്ല അടിപൊളിയായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നിപ്പോൾ വരുമ്പോൾ നമ്മൾ എടുത്തെന്ന് പറയുമ്പോൾ വഴക്കാവും, ഞങ്ങൾ ഇല്ലാതെ എടുത്തു എന്ന്. അപ്പോൾ നമ്മളിനി വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം, ഇനി ഇങ്ങനത്തെ ഗെയിംസ് വേണം എന്നുള്ളത് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും കൂടുതൽ ഗെയിംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടോ. താങ്ക് യു, ബൈ.